ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൊട്ടാറ്റോ കറിയാണ്. അടിപൊളി ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയാണ്. 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 6-7 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തേങ്ങാപ്പാൽ. മസാല ഐറ്റംസ് ഇടുമ്പോഴത്തേക്ക് പറയാം. ആദ്യം ഞാൻ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 2 സവോള ഇടില്ലേ ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില, പച്ചമുളക്, സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അടച്ച് വെച്ചൊന്ന് വേവിക്കണം. മസാല ഐറ്റംസ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി വേണ്ടത്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇതിലേക്ക് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. മസാലയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണിൻ്റെ അളവിൽ മല്ലിപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും. എരിവിനും ഉപ്പിനും എല്ലാത്തിനും ഒരു എടുപ്പ് കിട്ടുന്നതിന് വേണ്ടി സാധാരണയായിട്ട് ഞാൻ ചേർക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് അല്പം ചേർത്ത് കൊടുക്കുകയാണ്. ഏതൊരു കറിക്കും അവസാനമായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ല ടേസ്റ്റ് നമ്മളെ കറിക്ക് കിട്ടും. എന്നുവെച്ചാൽ അതിന് ചെറിയൊരു മധുരവും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എരിവും മധുരവും പുളിയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റായിട്ട് മാറും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാനുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. ഇരുന്ന് കുറച്ചൊരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കറി മാറും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പൊട്ടാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പറല്ലേ? അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.